ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു അടിപൊളി കൊറിയൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ്. 1971 ഒരു കൊറിയൻ വിമാനത്തെ വെറും 22 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ ഹൈജാക്ക് ചെയ്തു. അവൻ കയ്യില് ബോംബുകൾ വെച്ചിട്ട് ക്രൂവിനെ ഭീഷണിപ്പെടുത്തി ഈ വിമാനം ഹൈജാക്ക് ചെയ്യാണ് ഉണ്ടായത്. ഏകദേശം 56ഓളം യാത്രക്കാരുണ്ടായിരുന്നു അതിൽ. അവർക്ക് എന്താണ് ശരിക്കും ഒന്ന് സംഭവിച്ചത്? ആ കഥയാണ് നമ്മൾ ഈ ഹൈജാക്ക് 1971 എന്ന സിനിമയിലൂടെ കാണാൻ പോകുന്നു. ഇതിൽ നടന്ന ഓരോ സംഭവങ്ങളും സത്യമാണെന്നറിയുമ്പോൾ നമ്മൾ കണ്ണുമിഴിച്ച് വിറച്ചിരിക്കുക മാത്രമല്ല, ഒരുപാട് ഇമോഷണൽ ആയിട്ടും കൂടെ ഈ സിനിമ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. ടച്ച്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വർഷം 1969, 56 വർഷം പഴക്കമുണ്ടെന്ന് ഓർക്കണം. അന്നും സൗത്ത് കൊറിയയുടെ കയ്യിൽ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉണ്ട്. ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ ഫൈറ്റർ ജെറ്റുകളും കൊണ്ട് എയർഫോഴ്സ് പൈലറ്റുമാര് ഇടയ്ക്കിടെ ബോർഡർ ലൈനുകൾ ചുറ്റിവരും, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഡിഫൻസിന് വേണ്ടി. അങ്ങനെ ഹീറോയും കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പൈലറ്റും കൂടെ ചേർന്ന് ഇവരെ ബോർഡറിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക. നോർത്ത് കൊറിയൻ ബോർഡറാണത്. സൗത്തിനും നോർത്തിനും കാലങ്ങളായി തകരാറുകളുണ്ടെന്ന് നമുക്കറിയാലോ. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് പെട്ടെന്നൊരു അലേർട്ട് കിട്ടുക. ഒരു മിഷൻ. കൊറിയൻ എയർലൈൻസിന്റെ ഒരു വിമാനം നോർത്ത് കൊറിയ നോക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിറച്ചും സൗത്ത് കൊറിയൻ യാത്രക്കാരാ. അവര് പോകേണ്ട പാത തെറ്റിച്ച് ഇപ്പൊ അവര് ബോർഡർ താണ്ടി നോർത്ത് കൊറിയയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത് എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഹീറോയ്ക്ക് കിട്ടുന്ന ജോലി. ഹീറോയും കൂട്ടുകാരനും കൂടെ ചേർന്ന് ഈ പാസഞ്ചർ ഫ്ലൈറ്റിനടുത്തേക്ക് എത്തും. ഡ്രൈവർ സീറ്റിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി മുന്നോട്ട് പോയി നോക്കുമ്പോൾ പൈലറ്റായി വിമാനം ഓടിക്കുന്നത് ഹീറോയുടെ ഒരു കൂട്ടുകാരനാണ്, മിൻസു. മിൻസു പേടിച്ച് വിറച്ചിരിക്കുക, ഒന്നും പറയുന്നില്ല. കൺട്രോൾ റൂമിൽ നിന്ന് മിൻസുവിനോട് ഫ്ലൈറ്റ് തിരിച്ചു വിടാൻ പറയും. കൊറിയയിലേക്ക് പോകരുത്, ബോർഡർ താണ്ടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ഫ്ലൈറ്റ് തിരിച്ചു വിടണം എന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ മിൻസുവിനെ തോക്കു ചൂണ്ടി ആരോ ഭീഷണിപ്പെടുത്തി പിടിച്ചു വെച്ചിരിക്കുക. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഹീറോയ്ക്ക് മനസ്സിലായി ഇതൊരു ഹൈജാക്കിംഗ് സിറ്റുവേഷൻ ആണെന്ന്. എന്നാൽ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. ഇപ്പൊ സൗത്ത് കൊറിയൻ എയർഫോഴ്സ് കമാൻഡർ പറയുന്ന ഫ്ലൈറ്റിന് വാർണിംഗ് ഷോട്ട് കൊടുക്കുക. അവര് പേടിച്ച് തിരിച്ചില്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ എഞ്ചിനിലേക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. ആദ്യം താൻ വാർണിംഗ് ഷോട്ട് കൊടുക്കുമെന്ന് കമാൻഡർ പറയാണ് ഹീറോയുടെ അടുത്ത്. ഹീറോ ആണെങ്കിൽ വാർണിംഗ് ഷോട്ട് കൊടുക്കുന്നത് പോലും ഡേഞ്ചറാണ് സാർ. ഏതെങ്കിലും ഒരുണ്ട അതിന്റെ ഫ്യൂൽ ടാങ്കിൽ പെട്ടാൽ മൊത്തം ബ്ലാസ്റ്റായി യാത്രക്കാര് മുഴുവൻ മരണപ്പെടും. അതല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കുകയാണ്. കമാൻഡർ ഓർഡർ ഹീറോ അനുസരിക്കുന്നില്ല. കമാൻഡർ ദേഷ്യപ്പെടും. ഞാൻ പറഞ്ഞത് മാത്രം ചെയ്, ആദ്യം വാർണിംഗ് ഷോട്ട് കൊടുക്കുക. അത് 2 എഞ്ചിനുള്ള വണ്ടിയാണ്. ഒരു എഞ്ചിൻ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചാലും മറ്റേ എഞ്ചിന് കൊണ്ട് ലാൻഡ് ചെയ്യാം. ഇനി 2 എഞ്ചിനും പൊട്ടിച്ചു കളഞ്ഞാൽ പോലും ഗ്ലൈഡ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ പറ്റും. അവരെ ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്ക്, ബോർഡർ താണ്ടുന്നതിന് മുന്നേ അവരെ ഷൂട്ട് ചെയ്യ് എന്ന് കമാൻഡർ പറയുന്നുണ്ട്. പക്ഷെ ഹീറോ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവില്ല. പാസഞ്ചർ ഫ്ലൈറ്റ് ഓടിക്കുന്നത് തന്റെ കൂട്ടുകാരനാ. അവൻ ഇതൊന്നും അറിയാതെയല്ല പ്രവർത്തിക്കുന്നത്. എന്തോ കുഴപ്പമുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ മിഷൻ അബോർട്ട് ചെയ്ത് ഹീറോ തിരിച്ചു പറക്കും. ഈ പാസഞ്ചർ ഫ്ലൈറ്റ് ആണെങ്കിൽ ആൾക്കാരെയും കൊണ്ട് നോർത്ത് കൊറിയൻ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞു. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കമാൻഡർ പറഞ്ഞത് അനുസരിച്ചില്ല എന്നതുകൊണ്ട് 51 പേര്, സൗത്ത് കൊറിയയുടെ 51 പേര് ഇപ്പൊ നോർത്ത് കൊറിയയിലാണുള്ളത്. ഏതോ നോർത്ത് കൊറിയൻ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് സൗത്ത് കൊറിയൻ ആൾക്കാരെ ഹോസ്റ്റേജുകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇനി അവരെ ഡിമാൻഡ് പൂർത്തീകരിച്ചാൽ മാത്രമേ ആ പാസഞ്ചർമാരെ നോർത്തുകാര് വിട്ടുകൊടുക്കുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരൻ ഹീറോ ആണല്ലോ. അതുകൊണ്ട് ഹീറോയെ ആർമിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യാണ് കമാൻഡർ. കൂടെ പറന്ന മറ്റേ ചെറിയ ഓഫീസറെ കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. സോ ആർമിയിൽ നിന്ന് ജോലി പോയ ഹീറോ നേരെ വീട്ടിലേക്ക് വരുന്നു. മിൻസു എന്ന കൂട്ടുകാരൻ നോർത്ത് കൊറിയയിലേക്ക് വണ്ടി ഓടിച്ചു പോയില്ലേ, അയാളെ നോർത്തുകാര് തിരിച്ചുവിട്ടിട്ടില്ല. സോ സൗത്തിലെ ജനങ്ങൾ അയാളും നോർത്തിലൊരു സ്പൈ ആണ്, അതുകൊണ്ടാണ് ആൾക്കാരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ആ പാവം പൈലറ്റിന്റെ വീട്ടിലെല്ലാം രാജ്യദ്രോഹി എന്ന രീതിയിൽ നാട്ടുകാർ എഴുതി വെച്ചിരിക്കുക. ഭാര്യയെ പുറത്തു വരാനും സമ്മതിക്കുന്നില്ല. നാട്ടുകാരുടെ ഉപദ്രവം. സച്ചിൻ പണ്ട് കളി തോറ്റു കഴിഞ്ഞാൽ നാട്ടുകാർ സച്ചിന്റെ വീട്ടിൽ പോയിട്ട് ചീത്ത പറയില്ലേ, അതേപോലത്തെ സംഭവം. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഹീറോയും ഭാര്യയും ചെന്ന് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ആ ചേച്ചി ഹീറോയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഈ കണക്ക് ഞാൻ എങ്ങനെയാ വീട്ടാന്ന് എനിക്കറിയില്ല. ഹീറോ പറയും, ഇതിലും ഒരുപാട് നിന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കാര്യാക്കണ്ടെന്ന്. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് നോർത്ത് കൊറിയക്കാര് പിടിച്ചിട്ട് പോയ ആ യാത്രക്കാരെ കുറച്ചധികം പേരെ അവർ വിടുവിക്കുന്നുണ്ട് സൗത്തിലേക്ക്. സൗത്തും നോർത്തും തമ്മിലുള്ള ഏതൊക്കെയോ നെഗോഷിയേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രക്കാരെ വിടുവിക്കുന്നത്. എന്നാൽ ആ വിടുവിച്ച ആൾക്കാരിൽ ഹീറോയുടെ കൂട്ടുകാരനില്ല. ആ ദിവസം 39 പേരെ മാത്രമാണ് നോർത്ത് കൊറിയക്കാർ വിടുവിച്ചത്. ബാക്കി 11 പേരെ അവർ പിടിച്ചുവെച്ചു. ആ 11 പേര് വലിയ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരുമാണ്, സമൂഹത്തിൽ പ്രശസ്തിയുള്ളവരാണ്. അവരെയാണ് നോർത്തുകാർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും സൗത്തിന് അറിയില്ല. ഇതുകൂടാതെ ആ വിമാനം റാഞ്ചി
തട്ടിക്കൊണ്ടുപോയ തീവ്രവാദിക്ക് നോർത്തുകാർ 20 ലക്ഷം അവരുടെ പണവും പിന്നെ രാജ്യത്തിന്റെ വലിയ ബഹുമതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാരെ കട്ടോണ്ടുപോയവന് ആ നാട്ടിൽ വലിയ മര്യാദ. അവൻ അവിടുത്തെ ഹീറോയാണ്. ഈ ന്യൂസ് ഒരു ചെറിയ ചെറുപ്പക്കാരൻ കാണുന്നുണ്ട് ടിവിയിലൂടെ. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ വീണ്ടും കൊറിയൻ എയർലൈൻസ് സോളിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് യാത്രക്കാർ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് എയർപോർട്ടിന്റെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതേപോലെ റൺവേയും വലിയ വൃത്തിയുള്ളതൊന്നും അല്ല. കാട് ചെത്തി മിനുക്കി ഒരു റൺവേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പഴയ ഫ്ലൈറ്റ് ആണ്, എന്നാലും പറക്കും. അതാണ് അതിന്റെ ഗുണം. ഇപ്പൊ ഹീറോയ്ക്ക് ആർമിയിൽ ജോലി പോയതുകൊണ്ട് കൊറിയൻ എയർലൈൻസിൽ കോ പൈലറ്റായി ജോലി കിട്ടിയിട്ടുണ്ട്. അതാണ് ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നല്ലൊരു സീനിയർ പൈലറ്റും ഉണ്ടാവും. അങ്ങേര് ഇപ്രാവശ്യത്തെ ലാൻഡിങ്ങിന് ശേഷം ഹീറോയോട് ചോദിക്കും, അടുത്ത തവണ നിനക്ക് ലാൻഡ് ചെയ്യണമെന്ന്. ഹീറോ പറയും, ഒരുപാട് നാളായി ഞാൻ ലാൻഡ് ചെയ്തിട്ടില്ല, 1 വർഷമായിട്ട് കാത്തിരിക്കുക. ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്, നിങ്ങൾ അതിന് അനുവദിക്കുമോ എന്ന് ചോദിക്കും ഹീറോ. തീർച്ചയായിട്ടും ലാൻഡ് ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് മൂത്ത ക്യാപ്റ്റൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് യാത്രക്കാരെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഫ്ലൈറ്റിനകത്ത് ഒരു സെക്യൂരിറ്റി ഓഫീസറും ഒരു എയർ ഹോസ്റ്റസും ആണുള്ളത്. ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാ. 50-60 പേരെ ആകെ കൂടെ കൊള്ളുള്ളൂ. ചെറിയ വിമാനം. എല്ലാവരും പോയി കഴിയുമ്പോൾ സെക്യൂരിറ്റി ഓഫീസർ അറ്റൻഡറോട് പറയാണ്, നിനക്ക് നമ്മുടെ കോ പൈലറ്റിനെ അറിയാമോ? അയാൾ ആർമിന്ന് പുറത്താക്കിയതാ. പണ്ടൊരു ഹൈജാക്ക് നടന്നില്ലേ, ആ ഫ്ലൈറ്റിനെ നോർത്തിലേക്ക് കടത്തി വിട്ടത് അയാളാ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടത്. നമ്മുടെ രാജ്യം തലകുനിക്കേണ്ടി വന്നു. അതിന് കാരണക്കാരൻ അവനാ. എനിക്കെന്തോ അവൻ സ്പൈ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനൊരു കമന്റ് പറയാണ് ആ സെക്യൂരിറ്റി ഓഫീസർ. ഇത് കേട്ടിട്ട് ഹീറോ ഒന്നും മിണ്ടില്ല. താൻ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമം ആ പയ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അത് വിചാരിച്ച് ഹീറോ മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയും മൂത്ത പൈലറ്റും ഓടിക്കുന്ന സോളിലേക്ക് പോകാനുള്ള ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട ചെറിയ പയ്യൻ വരുന്നുണ്ട്. 20-22 വയസ്സ് പ്രായമുള്ള ആ പയ്യൻ. ഇവരിനി ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് സമയമുള്ളൂ. ഒരു ചെറിയ ബ്രേക്ക്. ആ ബ്രേക്കിന് മൂത്ത ക്യാപ്റ്റൻ ഹീറോയോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് എഞ്ചിനിലേക്ക് ഷൂട്ട് ചെയ്യാതിരുന്നതെന്ന്. ഹീറോ പറയും, എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ എഞ്ചിനിലേക്ക് ഷൂട്ട് ചെയ്താൽ ആ എഞ്ചിൻ മാത്രമേ കത്തുള്ളൂ എന്നെന്താണ് ഉറപ്പ്? ഇനിയിപ്പോൾ കറക്റ്റായി എഞ്ചിൻ മാത്രം ഞാൻ പൊട്ടിച്ചു എന്നിരിക്കട്ടെ, ആ വിമാനം എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എന്തേലും ഉറപ്പുണ്ടോ? ആ ജനങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് എന്തേലും ഉറപ്പുണ്ടോ? എനിക്ക് അവരുടെ ജീവൻ വളരെ വിലപ്പെട്ടതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് എന്ന് ഹീറോ പറയും. മൂത്ത പൈലറ്റിന് ഹീറോയെ വീണ്ടും ഇഷ്ടാവുന്നുണ്ട്. നീ ഒരു നല്ല മനുഷ്യനാണ് എന്നങ്ങേര് ഹീറോയെ വാഴ്ത്തിയിട്ട് ഇവർ ചെന്ന് ഫ്ലൈറ്റിൽ കയറും. ഇനി അടുത്തത് KSRTCയിൽ ആൾക്കാർ കുത്തി കയറുന്നത് പോലെ ഈ ഫ്ലൈറ്റിലേക്കും ആൾക്കാർ കുത്തി കയറാൻ പോവാ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് റിസർവേഷൻ ഇല്ല. ആദ്യമേ ചെന്ന് ഓടി കയറണം, കിട്ടുന്ന സീറ്റ് പിടിച്ചോളാം. അതായിരുന്നു അന്നത്തെ കണ്ടീഷൻ. സോ ഡോർ തുറന്ന ഉടനെ ആൾക്കാർ ഇടിച്ചും പറിച്ചും തെറിച്ചും ഓടി വന്ന് തനിക്ക് വേണ്ട സീറ്റുകളെല്ലാം ചാടി പിടിക്കുകയാണ്. ഈ യാത്രക്കാരിൽ ഒരു പാവ അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി വീടിനകത്ത് കയറുന്നത് പോലെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിട്ടാ കയറുന്നു. അറ്റൻഡർ പറയും, അത് കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല അമ്മച്ചി, കാലിലിട്ടോളാം. അവരങ്ങനെ കാലിയിട്ട് മകന്റെ കൂടെ വന്നിരിക്കുകയാണ്. അന്നത്തെ ഫ്ലൈറ്റിൽ സിഗരറ്റൊക്കെ വലിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ആഷ്ട്രേ ഒക്കെ ഉണ്ട്. ഇപ്പൊ സേഫ്റ്റി ഇഷ്യൂ ഉണ്ടായിരിക്കാം വലിക്കാൻ വിടാത്ത. അത് കഴിയുമ്പോൾ ക്യാബിനിൽ വലിയ ശബ്ദവും ബഹളവും. എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി ഹീറോ വന്ന് നോക്കുമ്പോൾ മറ്റൊരു മുത്തശ്ശിയുടെ കയ്യിലൊരു കോഴിയുണ്ട്. അത് കൊണ്ടുപോകാൻ പാടില്ല, കോഴിയെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള പാസഞ്ചേഴ്സ് വഴക്കുണ്ടാക്കുന്നത്. ഈ മുത്തശ്ശിയാണെങ്കിൽ കോഴിയില്ലാതെ ഞാൻ പോവില്ല, എന്റെ മോൾക്ക് സുഖമില്ല, അവൾക്കൊരു കോഴിക്കറി വെച്ചു കൊടുക്കണം, അതുകൊണ്ടാണ് ഈ കോഴീനെ കൊണ്ടുപോണേ, ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്. പാവം. ബാക്കിയുള്ളവർ വഴക്കുണ്ടാക്കുന്നു. ഹീറോ വന്ന് എല്ലാവരെയും സമാധാനിപ്പിച്ച്, ഈ സമയത്ത് അമ്മച്ചി ഇറക്കി വിടാൻ പറ്റില്ല, ഈ കോഴി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാതെ ഞാൻ നോക്കിക്കോളാം, അമ്മ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോട്ടെ, ബാക്കി എല്ലാവരും സമാധാനത്തോടെ ഇരിക്കും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എല്ലാവരെയും സോളിലേക്ക് എത്തിക്കാം, നമുക്കിപ്പോൾ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയമായി, എല്ലാവരും ബെൽറ്റ് ഇട്ടോളൂ എന്ന് പറയും. അങ്ങനെ ആൾക്കാരെ സമാധാനിപ്പിച്ചിട്ട് ഹീറോയും മെയിൻ പൈലറ്റും കൂടെ ഫ്ലൈറ്റ് ഓടിച്ചു തുടങ്ങാണ്. കുറച്ച് സമയം കൊണ്ട് റൺവേയിൽ നിന്നും വിമാനം പറന്നുയർന്നു. 1971 ജനുവരി 23 ഉച്ച കഴിഞ്ഞ് 1:07 ഈ കൊറിയൻ എയർലൈൻസ് പറന്നുയരുന്നത്. നമ്മുടെ മിണ്ടാൻ പറ്റാത്ത അമ്മച്ചിയില്ലേ, അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് അവർ ഫ്ലൈറ്റിൽ പോകുന്നത്. അമ്മച്ചിയെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതിന് അവർ മകനോട് നന്ദി പറയും. ഈ നേരത്തെ ആ രണ്ടാമത്തെ അമ്മച്ചിയുടെ കോഴി അത് ഫ്ലൈറ്റിൽ ഇരുന്ന് മുട്ടയിടുന്നുണ്ട്. അമ്മച്ചി അടുത്തിരുന്ന ആ ചെറുപ്പക്കാരൻ പയ്യന് ഈ മുട്ട കൊടുത്തിട്ട് കഴിച്ചോളാൻ പറയും, ആരോഗ്യത്തിന് നല്ലതാ. ആ പയ്യൻ മുട്ട കഴിക്കുമ്പോൾ അമ്മച്ചി ചോദിക്കും, നിന്റെ കൂടെ ആരും വന്നില്ല മോനെ എന്ന്. അപ്പോഴാണ് ആ പയ്യൻ പറയാ, എന്റെ അമ്മ മരണപ്പെട്ടു, ഇനി എനിക്ക് മൂത്ത ചേട്ടൻ മാത്രമേ ഉള്ളൂ, ഞാൻ അവന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് കേട്ട അമ്മച്ചി, അയ്യോ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്, സുഖമില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ആ പയ്യൻ പറയും, ഞാൻ ടൗണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ അമ്മ വിശന്ന് ഭക്ഷണമില്ലാതെ മരിച്ചെടുക്കായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് മണ്ണ് മാന്തി അവരെ സംസ്കരിക്കേണ്ടി വന്നു.
ഇതും പറഞ്ഞ് കുറച്ചുനേരം അവൻ സൈലന്റ് ആയിരിക്കും. ഈ സമയത്ത് കോക്പിറ്റിൽ നമ്മുടെ മെയിൻ പൈലറ്റ് ഹീറോയ്ക്കൊരു സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് പറന്നു തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, സമാധാനത്തോടെ ഒരു സിഗരറ്റ് വലിച്ചോളം പറയും. ഹീറോ സിഗരറ്റ് വലിക്കാൻ നേരം ആ മൂത്ത പൈലറ്റ്, ഇന്ന് നീ വേണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ, ഇന്നാവട്ടെ നിന്റെ ആദ്യത്തെ ലാൻഡിംഗ് എന്ന് പറയും. ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ സമയത്ത് ഇവിടെ ക്യാബിനിൽ നമ്മുടെ ചെറുപ്പക്കാരൻ പയ്യൻ ഒരു പെട്ടി നിറച്ചും കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് അവൻ ഗ്രനേഡ് പോലത്തെ 2-3 സാധനങ്ങൾ എടുക്കും. എന്നിട്ട് അവന്റെ അടുത്തിരുന്ന അമ്മച്ചിയോട് പറയും, എന്നോട് പൊറുക്കമ്മേ, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ മോളെ ഈ അടുത്ത് കാണാൻ പറ്റില്ല. ഇതും പറഞ്ഞവൻ നേരെ കോക്പിറ്റിന്റെ ഡോറിലേക്ക് പോകുന്നു. ആ ഡോറിൽ ഇവൻ ആ ഗ്രനേഡ് വെച്ചിട്ട് കത്തിക്കും. ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്. അവൻ എഴുന്നേറ്റത് ബാത്റൂമിൽ പോകാനാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. ഈ ഗ്രനേഡ് കത്തിച്ചു കഴിഞ്ഞ് മറ്റൊരെണ്ണം കൂടെ അവൻ കത്തിച്ചിട്ട് നേരെ സേഫ്റ്റി ഓഫീസറുടെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അത് അയാളുടെ ദേഹത്ത് തട്ടി നിലത്തേക്ക് വീഴും. ഈ 2 ഗ്രനേഡും കത്തിച്ചതിന് ശേഷം ആ ചെറുപ്പക്കാരൻ സീറ്റിനടിയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സേഫ്റ്റി ഓഫീസർ ശ്രദ്ധിക്കുന്നത് അവൻ കത്തിച്ചത് ബോംബായിരുന്നു. ഇയാൾ പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കുമ്പോഴേക്കും ആ 2ാമത്തെ ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചുറ്റും തീ പാറി അത് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ആഘാതത്തിൽ സേഫ്റ്റി ഓഫീസർ തെറിച്ചു വീഴുന്നുണ്ട്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും തെറിച്ചു പോകും. ഇത് പൊട്ടി അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ ഡോറിൽ വെച്ചിരുന്ന ആ 2ാമത്തെ ബോംബും പൊട്ടിത്തെറിക്കുന്നുണ്ട്. യാത്രക്കാരെല്ലാം പരിഭ്രാന്തരാവും. ഈ ആദ്യ ബോംബിന്റെ പൊട്ടിത്തെറിയിൽ വിമാനത്തിലൊരു ഹോൾ ഉണ്ടായി അതിനകത്തൂടെ കാറ്റകത്തേക്ക് കിടക്കുന്നുണ്ട്. എല്ലാവരും പേടിച്ചരണ്ടിരിക്കെ വിമാനത്തിന്റെ കൺട്രോൾ പോയി അത് കുത്തനെ നിലത്തേക്ക് വീഴാണ്. അതിശക്തമായ വേഗത്തിൽ അത് നിലത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. മെയിൻ പൈലറ്റിന് കണ്ണ് കാണുന്നില്ല. അയാളുടെ മുഖത്തിനിട്ട് അടിയിട്ടിട്ടുണ്ട്. അങ്ങേര് ഹീറോയോട് പറയും, എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് പുൾ ബാക്ക് ചെയ്യ്, അല്ലെങ്കിൽ വിമാനം നിലത്തിടിക്കും. ഹീറോയ്ക്കാണെങ്കിൽ വിമാനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ലിവർ പിടിച്ച് വലിക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 500 അടി മുകളിലെത്തുമ്പോൾ വിമാനം കൺട്രോളിൽ കിട്ടും. അതിനെ പുൾ ബാക്ക് ചെയ്ത് പറത്താൻ കഴിയും. എന്നാൽ ഇവരുടെ മുന്നിലായി വലിയൊരു പർവ്വതമുണ്ട്. ഇനിയും പൊക്കി പറത്തിയില്ലെങ്കിൽ ആ പാറക്കെട്ടിലിടിച്ച് വിമാനം ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹീറോ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ പാറക്കെട്ടി ഇടിക്കാതെ വിമാനം പൊക്കി പറത്തി. ഇപ്പൊ അത് സ്റ്റേബിൾ ആയിട്ടാ പോകുന്നത്. ഏകദേശം ഫ്ലൈറ്റ് കൺട്രോൾഡ് ആവുമ്പോഴാണ് മെയിൻ പൈലറ്റ് ഹീറോയോട് ചോദിക്കുക, എന്താണ് സംഭവിച്ചത്? ഹീറോയ്ക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. പുറകെ ചെന്ന് പാസഞ്ചേഴ്സിനെ നോക്കാൻ പറയും മെയിൻ പൈലറ്റ്. ഹീറോ എഴുന്നേൽക്കുമ്പോഴേക്കും ആ പയ്യൻ കോക്പിറ്റിലേക്ക് വന്ന് അവന്റെ കയ്യിലെ ഗ്രനേഡ് കാണിച്ചു കൊടുക്കും. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിലെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. ഫ്ലൈറ്റ് നേരെ കടലിന് മീതെ പറപ്പിക്കേ, അത് കഴിഞ്ഞ് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ട ഹീറോയും ക്യാപ്റ്റൻ പൈലറ്റും, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം, പക്ഷെ അതിനു മുമ്പ് ക്യാബിനിലെ ആൾക്കാരുടെ അവസ്ഥ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ പ്രോട്ടോകോളാണ്, അതിന് നിങ്ങൾ അനുവദിക്കണം എന്ന് പറയും. അപ്പൊ ആ പയ്യൻ, ക്യാബിനിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ 2 ബോംബ് പൊട്ടിച്ചു. ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയാൽ ഇനിയും 2 പൊട്ടിക്കും. എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്തോ, പക്ഷെ ഞാൻ പറയുന്നതേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ പൈലറ്റുമാര് ഞങ്ങൾ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങി ക്യാബിൻ മുഴുവൻ ചെക്ക് ചെയ്യുന്നു. യാത്രക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. ക്യാബിനിൽ വലിയൊരു തുള ഉണ്ടായിട്ടുണ്ട്. അത് അടയ്ക്കാൻ വേണ്ടി ഹീറോ ഒരു സൂട്ട് കേസ് എടുത്തു വെച്ചിട്ട് ഈ സൂട്ട് കേസ് കെട്ടിവെക്കാൻ വലയും കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഫസ്റ്റ് ഓഫീസർ ബോധം കെട്ട് കിടക്കുന്നത് കാണാം. അയാളുടെ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ തോക്ക് കാണുന്നില്ല. ഹീറോ ആ ലേഡി അറ്റൻഡർ എടുത്ത്, ആ തോക്കൊരിക്കലും ഹൈജാക്കർ കൈ കിട്ടാൻ പാടില്ല, നീ ചുറ്റും പരിശോധിച്ച് നോക്ക്, കിട്ടുകയാണെങ്കിൽ എടുത്ത് മാറ്റി വെച്ചോളൂ എന്ന് പറയും. അവള് ശരിയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സൂട്ട് കേസ് ഹോളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചില കയറൊക്കെ ഇട്ട് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഈ ബോംബ് പൊട്ടിയ ഭാഗത്തിരുന്നൊരു പയ്യൻ, ആ അമ്മച്ചിയുടെ മകൻ. അവന് സാരമായ പരിക്കുണ്ട്. ഫ്ലൈറ്റിൽ ഡോക്ടറോ നഴ്സോ ആരുമില്ല. അതുകൊണ്ട് ഹീറോയും അറ്റൻഡറും കൂടിയിട്ടാണ് അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഈ സമയത്ത് ക്യാപ്റ്റൻ പൈലറ്റ് നമ്മുടെ ഹൈജാക്കർ പയ്യനോട് ചോദിക്കും, നീ ഈ ഫ്ലൈറ്റ് പിടിച്ചു വെക്കാൻ കാരണം എന്താണ്? രാഷ്ട്രീയമാണോ അതോ പണമാണോ? അതിനാ ചെറുക്കൻ പറയും, എനിക്ക് രാഷ്ട്രീയക്കാരെ പരിചയമൊന്നുമില്ല, എനിക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ട് നേരെ ഫ്ലൈറ്റ് ഓടിക്കുന്നു പറയും. ഇവിടെ ആ ചെറുക്കൻ ഇവര് മരുന്ന് കെട്ടിവെച്ച് കഴിയുമ്പോൾ യാത്രക്കാരെല്ലാം പേടിച്ചിട്ട് ഹീറോയോട് ചോദിക്കുകയാണ്, നമ്മൾക്ക് എന്താണ് സംഭവിച്ചത്? നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെ നിങ്ങൾ സോളിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകുന്നത്? ഹീറോ പറയും, ആരും പേടിക്കണ്ട, ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സോളിലേക്ക് കൊണ്ടുപോയിരിക്കും. ആരും പേടിക്കണ്ട, ആർക്കൊന്നും സംഭവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തൻ ബോംബുമായിട്ട് നടക്കുന്നുണ്ട്. കാര്യം പറയണം പൈലറ്റ്, നിങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? യാത്രക്കാരിൽ ചില ആൾക്കാർ ഇതെന്നെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഹൈജാക്കർ പയ്യൻ കയ്യിലെ ബോംബുമായിട്ട് അങ്ങോട്ട് വരാം. ഇതെന്താണ് സാധനമെന്ന് നിങ്ങൾ കണ്ടതല്ലേ? ആർക്കും ചാകണ്ടെങ്കിൽ തലയും താഴ്ത്തി സീറ്റിൽ അടങ്ങിയൊതുങ്ങിയിരുന്നു. ഇപ്പൊ ഈ പ്ലെയിൻ എന്റെ കൺട്രോളിലാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? നോർത്ത് കൊറിയയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് കേട്ടുടനെ ക്യാപ്റ്റൻ കൺട്രോൾ റൂമിനെ വിളിച്ച്, മേഡേ ഒരു അർജന്റ് സിറ്റുവേഷൻ ഉണ്ട്, ഞങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നങ്ങേര് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ ചെറുക്കൻ ഓടി വന്ന് ആ റേഡിയോ സർവീസിന്റെ ഹെഡ്സെറ്റ് വലിച്ചൂരി പൊട്ടിച്ചാളെ. എന്നിട്ട് ക്യാപ്റ്റന്മാരോട് പറയും, എന്റെ പെർമിഷൻ ഇല്ലാതെ റേഡിയോയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ അപ്പം തന്നെ ഈ ബോംബ് പൊട്ടിച്ചാളെ. എനിക്ക് ചാവാൻ പേടിയില്ല. 2 പൈലറ്റുമാരും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിലിരിക്കുക. ഹീറോ അറ്റൻഡറെ വിളിച്ച് ക്യാപ്റ്റന്റെ മുഖത്ത് പറ്റിയ പരുക്കിന് മരുന്ന് വെച്ച് കൊടുക്കാൻ പറയും. ആ സമയത്ത് ക്യാപ്റ്റൻ ഈ ഹൈജാക്കറോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ പാസഞ്ചേഴ്സിനെ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകുന്നത്? നീയും സൗത്ത് കൊറിയക്കാരനല്ലേ, നിനക്ക് എന്താണ് ആവശ്യം
എന്ന് ചോദിക്കും. അപ്പൊ ഹൈജാക്കർ പറയും, നോർത്ത് കൊറിയയിലെ ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ ഹൈജാക്ക് ചെയ്തപ്പോ ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ എന്റെ ചേട്ടനുണ്ടായിരുന്നു. ഇപ്പൊ അവൻ അവിടുത്തെ വലിയ ഓഫീസർ അത്രേ, ഒരുപാട് കാശൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഹൈജാക്ക് ചെയ്ത ആള് ആ നാടിന്റെ വലിയ ഹീറോ ആയിരുന്നു. ഇതായി ന്യൂസ് കണ്ടില്ലേ? അയാൾക്ക് കിട്ടിയതുപോലെ തന്നെ 20 ലക്ഷം പണം എനിക്കും കിട്ടും. ഞാൻ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളും. ഈ നാറിയ നാട്ടിൽ ജീവിക്കാൻ എന്നെ ഇവിടുത്തെ അനുവദിക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് അവിടെ ചെന്നൊരു ഹൈ ലൈഫ് ജീവിക്കുന്ന. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാബിനിലെ ഒരു വയസ്സായ മനുഷ്യൻ അങ്ങേര് കൂടെയുള്ള യാത്രക്കാരോട് പറയാണ്, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പുറകീന്ന് പിടിക്കാം. നിങ്ങളും കൂടെ ചാടി പിടിച്ചെന്നെ സഹായിക്കണം. നമുക്ക് അവനെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ അവൻ നമ്മളെ നോർത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങേരോട് ഭാര്യ വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഡാഡി പോലീസിലായിരുന്നു. ഞാനൊരു പോലീസുകാരനായിരുന്നു. ജനങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അങ്ങേര് പറയും. അപ്പൊ ഇയാളെ സീറ്റിന് പുറകിലുള്ള ഒരു ചെറുപ്പക്കാരൻ, സാർ ഞാനും കൂടെ നിങ്ങളെ സഹായിക്കാം. കഴിഞ്ഞ തവണ ഒരു മീൻപിടുത്തക്കാരനെ നോർത്ത് കൊറിയക്കാർ കൊണ്ടുപോയതാ. അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. എന്നാൽ പോലീസുകാര് അയാളെ നോർത്തിന്റെ ചാരനാന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അയാളെ ടോർച്ചർ ചെയ്യായിരുന്നു. നമുക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പുള്ളി പറയും. ഈ സമയത്ത് സേഫ്റ്റി ഓഫീസർ അയാൾക്ക് ബോധം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഹൈജാക്കർ ചെറുക്കൻ കാണും. അവൻ അയാളെ കെട്ടിവെക്കാൻ പോവാ. ആ നേരം ഹീറോ അറ്റൻഡറോട് പറയും, നമ്മളെ അവൻ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. പാസഞ്ചേഴ്സ് എല്ലാവരുടെയും ID നശിപ്പിക്കണം. നമുക്കൊരുപക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല. ജനങ്ങളെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടായിരിക്കും അവർ ടോർച്ചർ ചെയ്യുന്നതും പിടിച്ചു വെക്കുന്നതും. അതിനനുവദിക്കരുത്. എല്ലാവരുടെ ID കാർഡും നശിപ്പിച്ചു കളയണമെന്ന് പറയും. ഈ സമയത്ത് ഹൈജാക്കർ 2 യാത്രക്കാരെ വെച്ച് ഈ സെക്യൂരിറ്റി ഓഫീസറെ നിലത്തിരുത്തി കെട്ടിവെക്കുകയാണ്. അയാളെ കെട്ടിവെച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരം നമ്മുടെ പഴയ പോലീസ് ഡാഡി ഈ ഹൈജാക്കറെ പുറത്തേക്ക് ചാടി വീണ് അവനെ കീഴ്പ്പെടുത്താൻ നോക്കും. അവന്റെ കയ്യിലൊരു കത്തിയുണ്ട്. അപ്പന് പ്രായമായതുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പിടിക്കാൻ പറ്റുന്നില്ല. അയാൾ സഹായത്തിന് ആൾക്കാരെ വരാൻ പറയുന്നുണ്ട്. അപ്പൊ സഹായിക്കാമെന്ന് പറഞ്ഞവനാണെങ്കിൽ എഴുന്നേറ്റ് പോകാൻ നേരം അവന്റെ പുതുപ്പൊണ്ടാട്ടി അവൻ അനുവദിക്കുന്നില്ല. എന്തേലും പറ്റിയാലോ എന്ന് പറഞ്ഞ് പിടിച്ചെറുത്തുക. ബാക്കിയുള്ള എല്ലാവർക്കും പേടി. ഈ സമയത്താണെങ്കിൽ ഫ്ലൈറ്റ് വലിയൊരു കൊടുങ്കാറ്റിലും പെടുന്നുണ്ട്. ആകെ മൊത്തം കുഴപ്പം പിടിച്ച അവസ്ഥ. ഈ ഹൈജാക്കർ ആണെങ്കിൽ കയ്യിലെ കത്തി തെറിച്ചു പോകുമ്പോൾ ബോംബ് എടുത്ത് വലിക്കാൻ നോക്കുക. അപ്പം പോലീസുകാരൻ ആ ബോംബിൽ പിടിച്ച് ലോക്ക് ചെയ്ത് ഇവനെ സീറ്റിന്റെ ഇടയിലേക്ക് തള്ളിയിടും. അവൻ ആ ബോംബ് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യത്തിന് ആ ചുഴി കൊടുങ്കാറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഇപ്പൊ പുറത്തേക്ക് വന്നു. ആ നേരത്ത് സേഫ്റ്റി ഓഫീസറെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ തോക്കില്ലേ, അത് ഹതഭാഗ്യത്തിന് ഈ ഹൈജാക്കർ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. അവൻ അത് കാണിച്ച് അപ്പം പോലീസുകാരനെ ലോക്ക് ചെയ്യും. എന്നിട്ട് അങ്ങേരുടെ മണ്ടക്കിട്ട് കൊട്ടുകൊടുക്കുകയാണ് ഈ തോക്ക് വെച്ച്. ഇത് കണ്ട ഹീറോ ഓടി വന്നിട്ട്, യാത്രക്കാരെ നീ ഉപദ്രവിക്കരുത്. നീ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യും. ലാൻഡ് ചെയ്യാൻ നേരം നീ ഒരു കൊലയാളി ആവണ്ട. ആരെയും ഉപദ്രവിക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാം. നീ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുന്നുണ്ടല്ലോ. ഇനി ആരും നിന്നെ ശല്യം ചെയ്യില്ല. ഇത് കേൾക്കുമ്പോൾ ഹൈജാക്കർ തോക്ക് താഴ്ത്തും. എന്നാലും അവൻ കത്തിയെടുത്ത് ആ ഡോക്ടർ ഡാഡിയുടെ തൊടയിലേക്ക് കുത്തിയിറക്കുന്നുണ്ട്. ഇനിയൊരുത്തൻ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശിക്ഷ എന്നവൻ പറയും. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതിന് മുന്നേ ഞാൻ എത്ര പേരെ കൊന്നാലും നോർത്തിനൊരു കുഴപ്പമില്ല. അവർക്ക് 2 പേരെയെങ്കിലും കിട്ടിയാൽ മതി. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരിൽ എത്ര പേര് ജീവിച്ചിരിക്കും എന്നത് നിന്റെ പ്രവർത്തനം ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നു. ഞാൻ പറയുന്നത് മിണ്ടാതെ അനുസരിച്ചോ. ഹീറോ ഞാൻ അനുസരിച്ചോളാന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ വന്ന് അങ്ങേരെ സീറ്റിലിരിക്കുകയാണ്. എന്നിട്ട് ഈ ഹൈജാക്കർ കാണാതെ ഫ്യൂൽ ഇൻഡിക്കേഷൻ മീറ്റർ പൊട്ടിച്ചോളെ. എന്നിട്ട് അതിന്റെ മുള്ള് താഴ്ത്തി വെക്കുകയാണ്. ക്യാപ്റ്റൻ പൈലറ്റിന് കണ്ണും കാണിക്കും. അവർക്കെന്തോ തമ്മിൽ മനസ്സിലായി. ക്യാപ്റ്റൻ റിസീവർ എടുത്ത് യാത്രക്കാരോട് പറയും, യാത്രക്കാരെ നമ്മളിനി നിമിഷങ്ങൾക്കകം നോർത്ത് കൊറിയയിലേക്ക് എൻ്റർ ആകും. നിങ്ങളുടെ കയ്യിലെ എല്ലാ ID-യും വെരിഫിക്കേഷൻ ID എല്ലാം നശിപ്പിച്ചു കളയൂ. അവരത് നമുക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല. ഇത് കേട്ട യാത്രക്കാരെല്ലാം ഉടനെ തന്നെ അവരുടെ ID ഒക്കെ നശിപ്പിച്ചു കളയാണ്. അതിൽ നമ്മുടെ മുത്തശ്ശിയുടെ മകനാണെങ്കിൽ ഒരു വക്കീലായിരുന്നു. ഒരുപാട് പഠിച്ച് അധ്വാനിച്ച് വക്കീലായതാ. ഇപ്പൊ ID നശിപ്പിച്ചു കളയണം. വേറെ വഴി അവർക്കില്ല. അമ്മച്ചി ആ ID വാങ്ങിച്ചിട്ട് അത് കടിച്ചു മിഴുങ്ങും. എന്നിട്ട് മകനോട് പറയും, നിന്നെ ഈ ഭൂമിയിൽ എവിടെയും അമ്മ രക്ഷപ്പെടുത്തും. ഈവൻ നോർത്ത് കൊറിയയിലേക്ക് നമ്മൾ കൊണ്ടുപോയപ്പോലും അമ്മയുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ. അത് കഴിയുമ്പോൾ ഈ ഹൈജാക്കർ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹൈജാക്കറും അമ്മയും വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അവൻ എന്തേലും പണിക്ക് പോയിട്ടാണ് കുറച്ചെന്തേലും പണം ഉണ്ടാക്കി ഇവര് കഞ്ഞി കുടിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നത്. മൂത്ത ചേട്ടൻ ടൗണിലേക്ക് അധ്വാനിക്കാൻ പോയതായിരുന്നു. ആ സമയത്താണ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട് അവനെ നോർത്തിലേക്ക് കൊണ്ടുപോയത്. അതോടുകൂടെ ഇവർക്ക് പട്ടിണി കൂടുതലായി. ഈ അനിയൻ ചെറുക്കൻ കൊച്ചു പയ്യനായിരുന്നു. അവനപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസുകാര്, ചേട്ടൻ നിങ്ങളെ വിളിച്ചോടാ, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളും ചാരന്മാരല്ലേ, അവൻ എന്താണ് ചെയ്യാൻ പോണെന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വീട്ടിലേക്ക് വരാം. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ നോർത്ത് കൊറിയയുടെ ചില പേപ്പറുകൾ ഈ പോലീസുകാർ തന്നെ അവരുടെ വീട്ടിൽ വെച്ചിട്ട്, ഇത് നിന്റെ ചേട്ടൻ അയച്ചതല്ലേ, നിങ്ങൾ സ്പൈ വേലയല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഈ ചെറുക്കനെ തല്ലി ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അതാ പോലീസുകാര് അവർക്ക് പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ കേസ് പിടിക്കാനോ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കിയതാവാം. പക്ഷെ അതുകൊണ്ട് ഈ പയ്യന്റെ ജീവിതം നഷ്ടപ്പെട്ടു. അമ്മയെ ഒറ്റയ്ക്കാക്കി ഇവനെ പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. പാവം ചെറുക്കൻ ശിക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മ പുഴുവരിച്ച
നിലയിൽ മരിച്ചു കിടക്കായിരുന്നു. ഒരുപാട് നാളായി മരിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പട്ടിണി കിടന്നായിരുന്നു അവർ മരിച്ചത്. ആ വലിയൊരു വേദനയും ആഘാതവും ഇവന്റെ മനസ്സിലുണ്ട്. ഈ നാടിനോടുള്ള വെറുപ്പുമുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറുക്കൻ ഇങ്ങനെയുള്ളൊരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത്. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ഓഫീസർ ആരെങ്കിലും എന്നെ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞ് യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട്.